വ്യക്തത ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി വ്യക്തമാവുന്ന എനിക്ക് നല്ല ഉറച്ച ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല, വ്യക്തത ഉണ്ടാവും. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. അവിടെ ഉയരത്ത് കയറി നിന്ന് ഇതാണ് കൃത്യമായി പറഞ്ഞ വാചകം. ഇതാണ് ഷാഫി അപ്പുറം എത്തിയിട്ടുണ്ട്, ആ സ്വന്തം കല്ലെടുത്ത് സ്വന്തം നെഞ്ചു കുത്തും നമ്മളാണെന്ന് പറയും. അതുകൊണ്ട് ഇതേ വാചകം, അതായത് നമ്മൾ ഈ സീനിലില്ല, നമ്മൾ ഈ സീനിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല, ഇത് വേറെ നാടകമാണ്, ആ നാടകത്തിൽ നമ്മളില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് നേതാക്കൾക്ക് ഈ വിവരം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഡ്രാമയാണ് നടക്കാൻ പോകുന്നത്, അവിടെ അക്രമം ഉണ്ടാക്കും, അത് നമ്മുടെ തലയിൽ വീഴും, നമ്മളിവിടെ വേണ്ട. അതല്ല ഉദ്ദേശം. ഈ ഒരു കാര്യം ശ്രീ സജീഷ്, ഈ ഒരു സംഘർഷം ഇടത്ത് അത് എന്താ പറയാ, എക്സസ് ആവേണ്ട, അഗ്രവേഷൻ വേണ്ട എന്ന് വിചാരിച്ച് ആ മേഖലയിൽ നിന്ന് പോലും മാറി സമാധാനം ഉണ്ടാക്കുന്നു CPM എന്നുള്ളത് വലിയ കാര്യമാണ്, ചരിത്രമാണ്. അതങ്ങനെ തന്നെ അതിന്റെ തുടർച്ചകൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഉണ്ടാവും വേണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യപ്പദാസ് എനിക്ക് ചോദിച്ചല്ലോ, അതുകൊണ്ട് പറയാം. ഞാനിതുവരെ പറഞ്ഞില്ല, ബൈറ്റിലൊന്നും ഞാൻ പറഞ്ഞില്ല. അവസാനം ഇത് പറഞ്ഞ് എല്ലാവരെയും ഒഴിവാക്കിയതിന് ശേഷം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെമ്പർ റോഡ് വരെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു. എൻ്റെ കൂടെ ഒരാൾ പോലും ഇല്ല, ഒറ്റയ്ക്ക് നടന്നു പോയിട്ടാണ് അപ്പുറത്ത് ചെമ്പർ റോഡിൽ നിന്ന് ഞാൻ വാഹനം കയറി പോകുന്നത്. ഞാൻ വാഹനം കയറി ഇതെല്ലാം കഴിഞ്ഞു, നമ്മളെ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് വഴിയേ അറിഞ്ഞോളൂ. സജീഷെ, നമ്മളൊക്കെ സുഹൃത്തുക്കളാണ്. ദയവ് ചെയ്ത് നമ്മൾ ഏറ്റവും ഗൗരവമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടത്തുമ്പോൾ ചിരിപ്പിക്കരുത്, കാരണം ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഇദ്ദേഹം പറയാണ് ഞങ്ങൾ പോയി എന്നുള്ളത് അവിടുത്തെ CCTV അന്വേഷിച്ച് നോക്കും, മറ്റേ ഇതൊക്കെ അന്വേഷിച്ച് നോക്കും. ഇതൊന്നും നോക്കട്ടെ സജീഷ. DYSP ഷാഫിയോടും പ്രവീൺ കുമാറിനോടും സംസാരിക്കുമ്പോൾ പറഞ്ഞത് CPM-കാർ മാരകായുധങ്ങളുമായി അപ്പുറത്ത് നിൽക്കുന്നു, CPM-കാർ മാരകായുധങ്ങളായി അവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പിരിച്ചു പോയില്ലെങ്കിൽ വലിയ സംഘർഷം ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ ഇതല്ലേ DYSP പറഞ്ഞത്? നിങ്ങൾ പിന്നെ എന്തിനാ ഏതോ ക്യാമറയൊക്കെ നോക്കി നിങ്ങൾ ഏത് സമയത്തുണ്ടായിരുന്നൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? നിങ്ങളുടെ പോലീസ് DYSP-യോട് ചോദിച്ചു നോക്കൂ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.